സിന്ദൂരരേഖ. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 3. മീരേച്ചി. രശ്മി കോളേജിൽ നിന്നും വന്നതേ ബാഗ് തിണ്ണയിൽ കിടന്ന പ്ലാസ്റ്റിക് ചെയറിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി വന്നു. എന്തുവാടി കിടന്നലറിപ്പോകുന്നത്? അവളൊന്ന് ഉറങ്ങിക്കോട്ടെ. നീ ഇങ്ങനെ കാറിനെ അതിനെ എഴുന്നേൽപ്പിക്കല്ലേ. വൈകിട്ടത്തേക്കുള്ള കാപ്പിക്ക് അവലും നനച്ചുകൊണ്ടിരുന്ന നാണി മകളുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് വാതിൽക്കലേക്ക് ചെന്ന് നിന്നെത്തി നോക്കി. ചേച്ചി എണീറ്റില്ലേ? ഇന്നലെ രാത്രി വന്നപ്പോൾ പോലും ഒന്ന് വർത്താനം പറയാൻ പറ്റിയില്ല. രാവിലെ ചേച്ചി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ പോവുകയും ചെയ്തു. ചുരിദാറിൻ്റെ ഇരുവശങ്ങളിലുമായി പിന്നു കൊത്തി വെച്ചിരിക്കുന്ന ഷാൾ ഊരി മാറ്റി കട്ടിലിലേക്ക് ഇട്ടുകൊണ്ട് പെണ്ണ് പരിഭവപ്പെട്ടു. നീ എന്തിനാ രശ്മി ഇങ്ങനെ പെറുപെറുക്കുന്നത്? നിന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ അവൾ ഇന്നോ നാളെയോ തിരിച്ചു പോകുന്ന പോലെയാണല്ലോ. മീര എങ്ങോട്ടും പോയില്ല, ഇവിടെ തന്നെ കാണും നമ്മുടെ കൂടെ. മകളുടെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കുവാൻ നാണിക്കും കഴിഞ്ഞില്ല. സത്യമാണോ അമ്മേ? ചേച്ചി തിരിച്ചിനി ആ വീട്ടിലേക്ക് പോവില്ലേ? അവൾ ഇനി എന്തിനാടി അങ്ങോട്ടേക്ക് പോകുന്നത്? അവിടെ കെട്ടിയോൻ ആ പാവത്തിനെ വേണ്ടെങ്കിൽ അവൾക്കും വേണ്ട, അത്ര തന്നെ. ഇനി ആ മൈക്കുണാക്ഷൻ എൻ്റെ കൊച്ചിനെ വേണമെന്നും പറഞ്ഞിങ്ങോട്ട് വന്ന വെട്ടരുവ എടുക്കും ഞാൻ. നാണിയമ്മയുടെ ശാന്തഭാവം പൊടുന്നനെ മാറി. ഇനി ചേച്ചിയെ നമുക്ക് വിടണ്ടമ്മേ, ഇവിടെ തന്നെ നിർത്താം. സന്തോഷത്തോടെ രശ്മി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മീര എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നത്. മീരേച്ചി. അവളെ കണ്ടതും ലക്ഷ്മി ഓടിച്ചെന്ന് അവളെ ഇറുക്ക പുണർന്നു. മീര സ്നേഹത്തോടെ തിരിച്ചു. കോളേജിൽ നിന്നും വന്ന പാടാ, കുളിയോ ഇല്ല തേവാരോ ഇല്ല, ഇങ്ങനൊരു പെണ്ണ്. അവരുടെ സ്നേഹം കണ്ട് കണ്ണ് നിറഞ്ഞതും നാണി അടുക്കളയിലെ പണികളിലേക്ക് വീണ്ടും തിരിഞ്ഞു. ചേച്ചിക്ക് വന്നോടെ എൻ്റെ കൂടെ കോളേജിലേക്ക്. പി.ജിക്ക് ചേർന്നാൽ മതി, അതാവുമ്പോൾ എനിക്കും ഒരു കൂട്ടാവും. രശ്മി ഓരോ കാര്യങ്ങളും പറഞ്ഞ് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. കോളേജിലെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും അയൽവക്കത്തെ കാര്യങ്ങളും എല്ലാം. എന്തിനു കൂടുതൽ പറയുന്നു, പോവുകയും വരികയും ചെയ്യുന്ന ബസ്സിലെ ക്ലീനറിൻ്റെ കാര്യം വരെ സ്വന്തം പോലെയാണ് പറച്ചിൽ. മീരെ, പോയി കാലും മുഖവും കഴിയിട്ട് വാ മോളെ, കാപ്പി കാലായിട്ടുണ്ട്. അടുക്കളയിൽ നിന്നും ഉച്ചത്തിലുള്ള നാണിയുടെ വിളിയാണ് അവൾ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിലേക്ക് കണ്ണുകൾ പായിച്ചത്. സമയം സന്ധ്യയോടടുത്തു 6 കഴിഞ്ഞിരിക്കുന്നു. രശ്മിയുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നതിനാൽ ചുറ്റുമുള്ളതെല്ലാം മറന്നു പോകുമെന്നുള്ള കാര്യം അവൾ അപ്പോഴാണ് മനസ്സിലാക്കിയത് തന്നെ. തലയിൽ സ്വയം ഒന്ന് കൊട്ടിയിട്ട് അവളോടൊപ്പം തന്നെ കിണറ്റിൻകരയിലേക്ക് നടന്നു. തണുത്ത വെള്ളത്തിൽ മുഖവും കൈയും കാലും കഴുകി ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും രശ്മി കുളിക്കുവാനായി കുളിമുറിയിലേക്ക് കടന്നിരുന്നു. ചിറ്റമ്മ തന്ന പാൽ ചായയും അവൽ നനച്ചതും കഴിച്ചപ്പോഴേക്കും ദത്തേട്ടൻ്റെ കാര്യമാണ് അവളുടെ ഓർമ്മയിൽ വന്നത്. എവിടെ ആയിരിക്കും? എന്ത് ചെയ്യുമായിരിക്കും? ഇവിടെ വന്നതിന് ശേഷം ഇത്രയും നേരമായിട്ടും തന്നെ ഒന്ന് വിളിച്ചു പോലുമില്ലല്ലോ. അവളുടെ മനസ്സൊന്ന് നൊന്നു. മോളോട് പറയാൻ മറന്നു, ദത്തം വിളിച്ചിരുന്നു. മോൾ അന്നേരം ഉറക്കമായിരുന്നു, അതാ ഞാൻ വിളിക്കാതിരുന്നേ. കഴിച്ചു തീർന്ന പാത്രത്തിലേക്ക് കുറച്ചുകൂടി അവലിട്ട് തന്നുകൊണ്ട് നാണിച്ചിറ്റമ്മ അത് പറഞ്ഞതും ഉള്ളിൽ നീറിപ്പുകയുന്ന വേദനയ്ക്ക് ഇത്തിരി ആശ്വാസം പോലെ തോന്നി പെണ്ണിന്. വിശേഷം എന്തെങ്കിലും ഏട്ടൻ പറഞ്ഞോ ചിറ്റമ്മേ? ആകാംക്ഷയോടെ മീര അന്വേഷിച്ചു. ഡൈവോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടി ഏതോ വക്കീലിനെ കാണാൻ പോയെന്ന്. എല്ലാം ശരിയായ പെട്ടെന്ന് തന്നെ ഇതൊക്കെ തീർന്നു കിട്ടുമെന്നാണ് ദത്തമ്മോൻ പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് നല്ലതും. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഇനി പുറത്ത് ജീവിക്കുന്നതിന് അന്തസ്സുണ്ടാവില്ല മോളെ. അതുകൊണ്ട് ഈ ബന്ധം ഇനി മോള് വേണ്ടെന്ന് വെക്കുന്ന നല്ലത്. ഉറപ്പോടുകൂടിയാണ് നാണി അത് പറഞ്ഞതും. മീര വെറുതെ ഒന്ന് മൂളി, അത്രമാത്രം. കഴിഞ്ഞ വർഷത്തെ ജീവിതം അവളെ അത്രമേൽ തളർത്തിയിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം അമ്മായിയമ്മയുടെ ആട്ടും തുപ്പും കേട്ട് കിടന്നിട്ടുണ്ടെങ്കിലും തൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊരു മിഥ്യാധാരണയായിരുന്നു തനിക്കെന്ന്. കാണരുതാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ആദ്യേട്ടനെയും വിനീതയെയും കണ്ടിരുന്നുവെങ്കിലും ഏട്ടൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള ധൈര്യം തനിക്കില്ലാതെ പോയിരുന്നു. ഒരിക്കൽ എന്തും വരട്ടെ എന്നും പറഞ്ഞ് വായ തുറന്ന് ചോദിച്ചതും ലോകത്തില്ലാത്ത സകല ദൈവങ്ങളെ ആണയിട്ട് അയാൾ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതിരിക്കുവാൻ തന്നെക്കൊണ്ട് സാധിച്ചില്ല എന്നതാണ് സത്യം. പോകെ സത്യങ്ങളെല്ലാം കൺമുൻപിൽ തെളിയുവാൻ തുടങ്ങി. ആദ്യേട്ടൻ്റെയും വിനീതയുടെയും ബന്ധം അറിയുമ്പോഴെങ്കിലും വത്സലാമ്മ തനിക്ക് വേണ്ടി വാദിക്കുമെന്ന് നിരച്ച താൻ വീണ്ടും അവർക്ക് മുൻപിലൊരു കോമാളിയായി. ഇളയ മകൻ്റെ ഭാര്യയെ
മൂത്ത മകന് കൂട്ടിക്കൊടുക്കുന്ന ഒരമ്മയുടെ മനസ്സ് എത്രത്തോളം ദുഷിച്ചതാകുമെന്ന് മനസ്സിലാക്കാൻ തനിക്ക് ഇത്തിരി സമയം വേണ്ടി വന്നു. മകനായ അനിരുദ്ധ് ഇവരുടെ പെറ്റമോൻ തന്നെയല്ലേ? മുല്ലശ്ശേരി കുടുംബത്തിൽ ആദിത്യൻ്റെ ഭാര്യയായി വന്ന അന്നു തൊട്ട് തൻ്റെ മനസ്സിലുദിച്ച സംശയമാണത്. അച്ഛനെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പക്വതയും പാകതയുമുള്ള അനിരുദ്ധിനെ പല കാര്യങ്ങളിൽ നിന്നും അമ്മ മാറ്റി നിർത്തുന്ന കാഴ്ച അന്ന് തൊട്ട് താൻ കാണുന്നതാണ്. അമ്മയ്ക്ക് എല്ലാത്തിനും വലുത് ആദിത്യൻ എന്ന മൂത്ത മകൻ തന്നെയായിരുന്നു. പെറ്റമ്മയുടെ വാശിക്കും വൃത്തികെട്ട സ്വഭാവത്തിനുമെതിരെ അനി പല പ്രാവശ്യം ചോദ്യമുയർത്തിട്ടുള്ളത് താൻ കേട്ടിട്ടുണ്ട്. അവരോടൊത്തുള്ള ജീവിതം ഒട്ടും വയ്യാതായപ്പോഴാണ് പഠിത്തം കഴിഞ്ഞ ഉടൻ തന്നെ ആള് ഗൾഫിൽ പോയെന്നുള്ള കാര്യം മറ്റൊരു പരസ്യമായ രഹസ്യം. സ്വന്തം ഭാര്യ ജ്യേഷ്ഠനോടൊപ്പം ഒളിച്ചോടിയ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവുമോ? അറിയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. അനിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാത്രം അവളുടെ ഉള്ള എന്തുകൊണ്ടോ നൊന്തു. കാരണം തന്നേക്കാൾ മൂത്തതായിരുന്നെങ്കിലും സ്ഥാനത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഏട്ടത്തി എന്നായിരുന്നു അനി വിളിച്ചുകൊണ്ടിരുന്നത്. ആലോചനകൾ കാട് കയറിയപ്പോൾ അവളൊന്ന് തലകുടഞ്ഞു. മറക്കണം, മറന്നേ പറ്റൂ. അഴുകി ചീഞ്ഞ ഭൂതകാലം തനിക്കെന്തിനാണ്? തളർന്നു വീണപ്പോൾ താങ്ങുവാൻ തനിക്ക് ദത്തേട്ടനുണ്ടായിരുന്നല്ലോ. വീണുപോയപ്പോൾ ഏറ്റെടുക്കാൻ തൻ്റെ ചിറ്റമ്മയും. മീരയുടെ ഇനിയുള്ള ജീവിതം അവർക്ക് വേണ്ടി മാത്രമായിരിക്കണം. മനസ്സ് സങ്കടങ്ങളുടെ വേലിയേറ്റത്തിൽ വ്യതിചലിക്കുന്നുണ്ടെങ്കിലും അവയെയൊക്കെ ആട്ടിയകറ്റുവാൻ പെണ്ണൊരു ശ്രമം നടത്തി. മോളെ, എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത്. നാളെ ഞാൻ ചന്ദ്രമംഗലത്തേക്ക് പോകുമ്പോൾ നീയും കൂടെ പോരെ. അവിടുത്തെ 2 കുറുമ്പന്മാരെ കാണുമ്പോൾ ഉള്ളിലുള്ള പകുതി ടെൻഷനും അങ്ങ് മാറിക്കിട്ടും. അത്താഴത്തിനുള്ള കഞ്ഞി ഒന്ന് ഇളക്കി വേവ് പാകമാണോ എന്ന് നോക്കിയിട്ട് അവർ പതിയെ അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു. ഈ വർഷം ഇങ്ങനെ പോട്ടെ. അടുത്ത വർഷം രശ്മി പഠിക്കുന്ന കോളേജിൽ തന്നെ PGക്ക് ഒരു സീറ്റ് വാങ്ങണം. ചന്ദ്രമംഗലത്തെ ദേവരാജൻ സാറിനോട് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരും. നാണി ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ മീര അവരെ തന്നെ സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. വയസ്സിപ്പോൾ തനിക്ക് 24 കഴിഞ്ഞിരിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് തൻ്റെ വിവാഹം നടന്നത്. ഇനിയൊരു പഠനം തന്നെ കൊണ്ടാവുമോ? അതുമാത്രമല്ല, രശ്മിയെ പഠിപ്പിക്കുവാൻ തന്നെ ചിറ്റമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ താനും കൂടി ആളെ ബുദ്ധിമുട്ടിക്കുന്നത് തീരെ ശരിയല്ല. താൻ കാരണം ആ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇനിയൊരു സാമ്പത്തിക ബാധ്യത കൂടെ താനായിട്ട് കൊടുക്കണോ? മീരയുടെ ചിന്തകൾ പോയത് അങ്ങനെയാണ്. രാത്രിയിലെ അത്താഴവും കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് വീണ്ടും ആദിത്യൻ്റെ കാര്യങ്ങൾ ഒരു നീറ്റലോടെ വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തിയത്. എന്തു ചെയ്യുകയായിരിക്കും? ഒരേ കട്ടിലിൽ മനസ്സും ശരീരവും പങ്കിട്ട് വിനയതയോടൊപ്പം കിടക്കുകയായിരിക്കാം. തന്നെ ഓർമ്മയുണ്ടാവുമോ? ഒരു വേള അവളുടെ മനസ്സ് സ്വയം ചോദിച്ചു. എന്തിനോർമ്മിപ്പിക്കണം? ഉടൻ തന്നെ മറുപടിയും കിട്ടി. അവരിപ്പോൾ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്ന അവസ്ഥയിലായിരിക്കാം. ഇവിടെ ജീവിതം നശിച്ചത് തൻ്റെയും അനിയുടെയും മാത്രമാണല്ലോ. കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞു തൂവി. എത്രയൊക്കെ ആണെങ്കിലും ഒന്നും ആർക്കും പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയില്ലല്ലോ. സമയമെടുക്കുമായിരിക്കും. കാലം മായ്ക്കാത്ത മുറിവുകൾ വിരളമാണ്. തൻ്റെ മുറിവുകളും മായുമായിരിക്കും. തൻ്റെ വേദനകൾ ഒഴിഞ്ഞു പോകുമായിരിക്കും. പതിയെ കണ്ണുകൾ പൂട്ടി ഉറക്കത്തിലേക്ക് ആഴുമ്പോൾ കൊച്ചരി പല്ലുകാട്ടി ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പൊട്ടിച്ചിരികൾ അവളുടെ സ്വപ്നത്തിൽ വിരുന്നു വന്നു. വാ മോളെ, അവിടുത്തെ സാറൊന്നും പറയത്തില്ല. ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് നിനക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നത്. രശ്മി കോളേജിലേക്ക് പോയതും നാണി ചന്ദ്രമംഗലത്തേക്ക് പോകുവാനായി ഒരുങ്ങി. മീരയെ തനിച്ച് വീട്ടിൽ തന്നെ ഇരുത്തുവാൻ അവർ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചിറ്റെ, അതല്ല, ഞാൻ വന്നാൽ ചിലപ്പോൾ അതൊന്നും ശരിയാവില്ല. ആ വലിയ വീട്ടിൽ പോയി വൈകുന്നേരം വരെ ഇരിക്കുവാൻ മീരയ്ക്ക് എന്തുകൊണ്ടോ വല്ലാത്ത വിമ്മിഷ്ടം തോന്നിയിരുന്നു. ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. ഈ കരയിലെ എല്ലാവർക്കും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുന്ന കാരണന്മാരാണ് കൂടെ പ്രമാണിമാരും. അവിടെ വന്നാൽ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ നിന്റെ മനസ്സിലുള്ള പകുതി സങ്കടങ്ങൾ മാറിക്കിട്ടും. വെറുതെ ഓരോന്നാലോചിച്ചു കൊണ്ടിരിക്കാതെ എൻ്റെ കൂടെ വരാൻ നോക്ക്. അവർ ധൃതിയിൽ സാരി വലിച്ചു വാരി ചുറ്റി മുടിയൊന്ന് പിന്നിലേക്കിട്ടിട്ട് മുഖത്തെ എണ്ണമയം സാരിത്തുമ്പാലൊന്ന് തുടഞ്ഞെടുത്തു. വാ മോളെ. ഇനിയും മടിച്ചു നിൽക്കുന്നവളെ നാണി നിർബന്ധിച്ചു.
ഉം. മനസ്സില്ലാ മനസ്സോടെ ഇട്ടിരുന്ന ചുരിദാറിന് മുകളിലായി ഒരു ഷാളും എടുത്തണിഞ്ഞിട്ട് അവൾ നാണിയുടെ കൂടെ പോകുവാനായി തയ്യാറായി. വീടൊന്ന് ചാരിയിട്ടതിന് ശേഷം ഇരുവരും മുറ്റത്തിന് മുൻപിലുള്ള മൺപാത മുറിച്ചു കടന്നു. ചന്ദ്രമംഗലം വീട്ടുകാരുടെ വീടിന് പിന്നിലൂടെ പറമ്പിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ വല്ലാത്തൊരു പരിഭ്രമം അവളെ പിടികൂടിയിരുന്നു. ദൈവമേ, കാറി പൊളിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റിയോ ആവോ. വീടെത്തുമ്പോഴേക്കും കേട്ടു കുറുമ്പന്മാരുടെ ഉച്ചത്തിലുള്ള കരച്ചിലുകൾ. വേഗം വാ മോളെ. തിരിഞ്ഞു നോക്കാതെ തന്നെ കൂടെ നടക്കുന്ന മീരയോടൊന്ന് പറഞ്ഞിട്ട് നാണി ഇത്തിരി വേഗത്തിൽ അങ്ങോട്ടേക്ക് പാഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ചിറ്റമ്മയുടെ പുറകെ തന്നെ ഓടുമ്പോൾ മീര അറിഞ്ഞില്ല ആ കുറുമ്പന്മാർ ഒരിക്കൽ തൻ്റെ മക്കളാകുമെന്ന്. അവരില്ലാതെ തനിക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്ന്, അവർക്കു വേണ്ടി ഏതറ്റം വരെയും താൻ പൊരുതുമെന്ന്. തൻ്റെ ജീവിതം മാറിമറിയുന്നു എന്നറിയാതെ നാണിയുടെ പുറകെ അവൾ ആ വീടിൻ്റെ അടുക്കള വശത്തൂടെ ഉള്ളിലേക്ക് കയറി. അകത്തേക്ക് ചെന്നപ്പോൾ മീര ആദ്യം കണ്ടത് ഒരു 60ഓളം വയസ്സുള്ള ഒരാളുടെ കയ്യിലിരുന്ന് കരയുന്ന ഒരു 2 വയസ്സോളം പ്രായമായ ഒരു കുഞ്ഞിനെയാണ്. അവനെ കണ്ടപ്പോൾ അറിയാതെ തന്നെ അവളുടെ ഉദരം ഒന്ന് തുടിച്ചുപോ. പേരറിയാത്ത ഒരു വിഘാതം ഉള്ളിൽ പടർന്നതുപോലെ. ഇതിപ്പോൾ എന്തു പറ്റിയതാ സാറേ? ആദ്യയോടെ കുഞ്ഞിനെ എടുക്കുന്നതിനിടയിൽ നാണി ഒട്ടൊരു പരിഭ്രമത്തോടെ ചോദിച്ചു. ഇന്നലെ രാത്രി തൊട്ട് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നതാ. രാവിലെ ആയപ്പോഴേക്കും പൊള്ളുന്ന പനി. മരുന്ന് കൊടുത്തു, എന്നിട്ടും കുറയുന്നില്ല. ദേവരാജൻ പരിഭ്രമത്തോടെ പറഞ്ഞു. നാണി കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് കിടത്തി പുറത്തൊന്ന് അരുമയായി തലോടിയതും ആദിമോൻ്റെ കരച്ചിൽ പതിയെ പതിയെ കുറഞ്ഞു വന്നു. അച്ചുമോൻ, അവൻ എന്തിയേ? നാണി ചോദിച്ചതും ഉമ്മറത്തു നിന്നും അവൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ അടുത്തേക്ക് വരുന്നത് പോലെ കേട്ടു. ഇവൻ ഒട്ടും നിർത്തുന്നില്ല അച്ഛേ. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത്. ചെക്കനെ പൊള്ളുന്നുണ്ട്. അപ്പോഴേക്കും കരച്ചിലടക്കാൻ പാടുപെടുന്ന അച്ചുമോനെയും കൊണ്ട് പപ്പൻ അകത്തേക്ക് കയറി വന്നു. നാണിയമ്മയ്ക്ക് പിന്നിലായി ഇതൊക്കെ കണ്ടുകൊണ്ട് വിതുമ്പലടക്കാൻ പാടുപെടുന്ന ഒരുവളെ ആ സമയം ആരും ശ്രദ്ധിച്ചില്ല. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തന്നെ മാറിനെയാണ് ചുട്ടുപൊള്ളിക്കുന്നതെന്നറിഞ്ഞതും മീരയുടെ കാലുകൾ പതിയെ അച്ചുമോൻ്റെ അരികിലേക്ക് നീങ്ങി. പപ്പൻ്റെ കയ്യിൽ നിന്നും അവനെ വാങ്ങുമ്പോൾ ഒരു ചോദ്യമോ പറച്ചിലോ അവളിൽ നിന്ന് ഉയർന്നില്ല. കയ്യിലിരുന്ന കുഞ്ഞിനെ നൽകുമ്പോൾ പപ്പൻ്റെ സംശയത്തോടെയുള്ള നോട്ടങ്ങൾ അവളിലേക്ക് തറഞ്ഞു കയറുന്നുണ്ടെന്നതുള്ളതും പെണ്ണവളപ്പോൾ ശ്രദ്ധിച്ചില്ല. അച്ചുമോനെയും കയ്യിലേന്തി ഡോക്ടറിൻ്റെ മുറിയുടെ വരാന്തയിൽ കാത്തിരുന്നപ്പോൾ മീര സ്വയം ഒരമ്മയായി മാറുകയായിരുന്നു. തനിക്കരികിലായി നാണിയമ്മയുടെ കയ്യിൽ വാടിത്തളർന്നിരിക്കുന്ന ആദിമോൻ്റെ കൈയുടെ മുകളിൽ ഇടയ്ക്കിടെ മുത്തങ്ങൾ പതിപ്പിക്കുവാനും അവൾ മറന്നില്ല. ഇതുവരെ അറിയാത്ത പുതിയൊരു വികാരം ഉള്ളിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നത് മീരയ്ക്ക് അറിയുവാനായി കഴിഞ്ഞു. മച്ചി എന്ന വിളിപ്പേര് മനസ്സിൽ കിടന്ന് തികർട്ടുന്നതിനാലാവാം കുരുന്നുകളെ കാണുമ്പോൾ അടിവയറ്റിലൊരു നീറ്റലാണ് അനുഭവപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിനെ ഇത്രമേൽ വാത്സല്യത്തോടെ മാറോട് ചേർത്തണയ്ക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു കുരുന്നിനോട് മാതൃത്വം എന്ന ഈ വികാരം തോന്നുന്നത്. സ്വന്തമല്ല, സ്വന്തമാകില്ല എന്ന ഒരു ഉറപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്രമായി തോന്നുന്നുവെങ്കിലും അതിനുമൊക്കെ അപ്പുറമാണ് തനിക്കിവരോട് തോന്നുന്ന വാത്സല്യം. കാരണമേതും അറിയാതൊരു ബന്ധം. ആദികേശ്, അച്യുത് കേശ്. ഒരു നേഴ്സ് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന് വിളിച്ചതും അപ്പുറത്തെ കസേരയിലിരുന്ന പപ്പൻ എഴുന്നേറ്റ് അവരെ ഇരുവരെയും ഒന്ന് നോക്കി. നാണിയമ്മയുടെ പുറകെ മുറിക്കകത്തേക്ക് കയറുമ്പോൾ പിന്നിൽ പപ്പൻ്റെ സാന്നിധ്യം അവൾ അറിഞ്ഞിരുന്നു. ഡോക്ടർ സതീദേവി, MD പീഡിയാട്രീഷ്യൻ എന്നെഴുതിയ നെയിം പ്ലേറ്റിലേക്കായിരുന്നു മീരയുടെ കണ്ണുകൾ ആദ്യം പോയത്. ആഹാ, നിങ്ങളായിരുന്നോ? എന്തു പറ്റി 2 പേർക്കും? ഡോക്ടറിനെ എതിർവശത്തായി കിടന്നിരുന്ന കസേരകളിലേക്ക് ഇരിക്കാൻ പോയതും മാഡത്തിൻ്റെ ചോദ്യം വന്നിരുന്നു. 2-3 ദിവസം കൊണ്ടൊരു ജലദോഷത്തിൻ്റെ കോളുണ്ടായിരുന്നു. ഇന്നലെ അതങ്ങ് കൂടി. ദേ ഇപ്പോൾ നേരം വെളുപ്പോൾ തൊട്ട് തുടങ്ങിയ പനിയാണ്. നല്ല പോലെ പൊള്ളുന്നുണ്ട്. പപ്പനാണ് അവർക്കുള്ള മറുപടി നൽകിയത്. ഓരോരുത്തരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം, ഞാനൊന്ന് നോക്കട്ടെ. അവർ മേശപ്പുറത്തിരിക്കുന്ന സ്റ്റെതസ്കോപ്പ് എടുത്ത് കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. കഫക്കെട്ട് നല്ലതുപോലെയുണ്ട്, അതിൻ്റെയാണ് ഈ പനി. സാരമില്ല, ഞാൻ മരുന്ന് എഴുതി തരാം. മുടങ്ങാതെ കൊടുക്കണം. എന്നിട്ടും കുറവില്ലെങ്കിൽ മറ്റന്നാൾ വന്ന് എന്നെ ഒന്നുകൂടെ കാണണം കേട്ടോ.
കുഞ്ഞുങ്ങളെ ഇരുവരെയും തനിക്ക് മുൻപിലുള്ള മേശയുടെ മുകളിൽ കിടത്തി പരിശോധിച്ച് നോക്കിയിട്ട് മാഡം ഇരുവർക്കുമുള്ള മരുന്ന് കുറിച്ചു. വിശപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും വല്ലതും കഴിപ്പിക്കണം കേട്ടോ. പിന്നെ കുറച്ച് നാളത്തേക്ക് തണുത്തതൊന്നും കൊടുത്തേക്കണ്ട. എഴുതിയ പ്രിസ്ക്രിപ്ഷൻ പപ്പൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് അവരിത്തിരി ഗൗരവത്തോടെ നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ ശരി മാഡം, ഇറങ്ങുന്നു. അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അച്ചുമോൻ മീരയുടെ തോളിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു. ആദിമോനാണെങ്കിൽ അപ്പോഴും നാണിയമ്മയോട് വർത്താനം പറയുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഞാൻ പോയി മരുന്ന് വാങ്ങിയിട്ട് വരാം, നിങ്ങളിവിടെ ഇരുന്നോ. റിസപ്ഷന് മുൻപിൽ കിടക്കുന്ന കസേരകൾ ചൂണ്ടിക്കാട്ടി പപ്പൻ പറഞ്ഞു. ശേഷം അവൻ മരുന്നുകൾ വാങ്ങുവാനായി ഫാർമസി ലക്ഷ്യമാക്കി നടന്നു. എങ്ങനെ ജീവിച്ച മക്കളായിരുന്നു. ഇപ്പം കണ്ടോ ഈ ചെക്കൻ്റെ ഒരു കഷ്ടപ്പാട്. കസേരയിലേക്ക് ഇരപ്പുറപ്പിച്ചുകൊണ്ട് നാണിയമ്മ മീരയെ നോക്കിയൊന്ന് നെടുവീർപ്പെട്ടു. എന്താ ചിറ്റെ, എന്തു പറ്റിയത് അയാളുടെ ഭാര്യയ്ക്ക്? മടിയിൽ കിടന്നുറങ്ങുന്ന അച്ചുമോനെ ഒന്ന് നേരെ കിടത്തിയിട്ട് മീര അവരെ ഒന്ന് സംശയത്തോടെ നോക്കി. അതിന് പപ്പൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ മീരെ. അപ്പോൾ ഈ കുട്ടികൾ? അവൾക്കറിയുവാനുള്ള ആകാംക്ഷ തോന്നി. ഈ കുട്ടികൾ പപ്പൻ്റെ അനിയത്തിയുടെ മക്കളാണ്. അവരൊക്കെ ഇപ്പോൾ എവിടാ ചിറ്റെ? അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കുട്ടി. പ്രസവത്തോടെ മരിച്ചു പോയതാണ് ഇവരുടെ അമ്മ. നാണി സങ്കടത്തോടെ തുടർന്നു. പപ്പൻ്റെ അനിയത്തിയായിരുന്നു പല്ലവി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാർത്ഥിവ് എന്നൊരു പയ്യനുമായി ആ കുട്ടി ഇഷ്ടത്തിലായി. ആ കൊച്ചൻ അനാഥനായിരുന്നു മോളെ. ഇഷ്ടം തോന്നിയ ഉടനെ തന്നെ പല്ലവി മോൾ ഇക്കാര്യം ആദ്യം പറഞ്ഞത് തന്നെ അവളുടെ ഏട്ടനോടാണ്. അവർ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം പഠനമൊക്കെ പൂർത്തിയായപ്പോൾ ദേവരാജൻ സാർ തന്നെ അവരുടെ കല്യാണം ആർഭാടമായിട്ട് നടത്തിക്കൊടുത്തു. അനാഥനായതുകൊണ്ട് തന്നെ പാർത്ഥിവും അവരോടൊപ്പം ചന്ദ്രമംഗലത്ത് തന്നെയായിരുന്നു താമസം. വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ച അവരുടെ ജീവിതത്തിലേക്ക് ഇരട്ടി മധുര എന്നതുപോലെയായിരുന്നു ഈ കുരുന്നുകളുടെ വരവ്. ഒരച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ അവൻ പല്ലവിയെ നിലത്തും താഴെയും വെക്കില്ലായിരുന്നു. നടന്നതൊക്കെ നേരിൽ കണ്ടതുപോലെ അവരുടെ വാക്കുകൾ ഇടറിയിരുന്നു. പ്രസവവേദന വന്നപ്പോൾ പാർത്ഥിവാണ് ഈ മോളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയത്. പോയ കാർ ഒരു അപകടത്തിൽപ്പെട്ടു. ആരൊക്കെയോ ചേർന്ന് ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ മോൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പോയിരുന്നു. പ്രസവത്തോടെ പല്ലവി മോളും പോയി. മകളുടെയും മരുമകൻ്റെയും മരണം പറഞ്ഞപ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചതാ ദേവരാജൻ സാറിൻ്റെ ഭാര്യ സരസ്വതി. പറഞ്ഞവസാനിപ്പിച്ചതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. മീരയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു വിഷമം തോന്നി. ജനിച്ചു വീണപ്പോഴേ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട 2 കുരുന്നുകൾ. മീരയ്ക്ക് ആ കുരുന്നുകളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ സങ്കടം തികട്ടി വന്നു. പപ്പൻ മോന അന്ന് തൊട്ടിവരെ വളർത്തിയത്, അതും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ. ഈ മക്കൾ കാരണം മുറപ്പെണ്ണുമായിട്ടുള്ള കല്യാണം പോലും മുടങ്ങി. ഇവർക്ക് വേണ്ടിയാ പപ്പൻ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നടക്കുന്നത്. പറഞ്ഞ് നേരെ നോക്കിയതും മരുന്നും വാങ്ങിച്ചു കൊണ്ടുവരുന്ന പത്മനാഭനെയാണ് അവർ കണ്ടത്. പോകാം. പപ്പൻ പറഞ്ഞതും നാണിയും മീരയും കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവന് പിന്നാലെ വണ്ടിക്കരികിലേക്ക് നടക്കുമ്പോൾ പപ്പനെ ഓർത്ത് മീരയുടെ മനസ്സിൽ ഒരു നല്ല അഭിപ്രായം രൂപം കൊണ്ടിരുന്നു. ആദ്യേട്ടാ, കുട്ടിക്കളി കളിക്കാതെ അങ്ങോട്ട് മാറി നിന്നേ. ഓഫീസിലേക്ക് പോകുവാനായി തുടങ്ങുന്ന വിനീതയുടെ പിന്നിൽ ചെന്ന് നിന്ന് കുറുമ്പ് കാട്ടുന്നവനെ പെണ്ണവൾ ഒരു കുഞ്ഞടി കൊടുത്ത് തടഞ്ഞു. ഇന്നൊരു ദിവസം കൂടി ലീവ് എടുക്കരുതോടി. നിന്നെ സ്നേഹിച്ച് എനിക്ക് മതിയായിട്ടില്ല. ആദിത്യൻ്റെ വിരലുകൾ വീണ്ടും അവളുടെ പെണ്ണുടലിൽ ശ്രുതികൾ മീട്ടി. 2 ദിവസമായിട്ട് ഇത് തന്നെയല്ലായിരുന്നോ പരിപാടി? ഇനിയും ഓഫീസിൽ പോയില്ലെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കേണ്ടി വരും. അവൻ്റെ കൈകളെ ബലമായി അകത്തി മാറ്റിയിട്ട് മീര ഒന്ന് ചിരിച്ചു. ഓ, എന്നാ പൊയ്ക്കോടി, ഞാനും പോവാ ബാങ്കിലേക്ക്. ലീവ് എടുത്ത് ഇവിടെ ഒറ്റയ്ക്കിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പിറുപിറുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്നവനെ ഒളികണ്ണിട്ട് നോക്കി പൊട്ടിച്ചിരിച്ചവൾ വേഗം തന്നെ സാരിയെ ഉടുത്ത് മുടി മെടഞ്ഞു കെട്ടി ഒരുക്കം അവസാനിച്ചപ്പോഴേക്കും ആദിത്യനും വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. പൊടുന്നനെ അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. സംശയത്തോടെ അതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയ ആദിത്യൻ്റെ കണ്ണുകൾ ഒട്ടൊരു ഇഷ്ടക്കേടോടെ കൂർത്തു വന്നു. ദത്തൻ കോളിംഗ്. എൻഡ് ബട്ടണിൽ ചൂണ്ടുവിരൽ പതിയുമ്പോൾ
പുച്ഛത്തോടെ അവൻ്റെ ചൊടികളിൽ ഒരു ചിരി വിടർന്നിരുന്നു. ആരാ ആദിയേട്ടാ? പിന്നിൽ നിന്നും വിനീത വിളിച്ചു ചോദിച്ചു. ദത്തൻ. ഓഫീസിലേക്ക് പോകുവാനായി റെഡിയായിക്കൊണ്ട് അവൻ ഉത്തരം നൽകി. എന്താ കാര്യം? അറിയില്ല, ഞാൻ കോൾ എടുത്തില്ല. നന്നായി. ആ ദാരിദ്ര്യവാസികൾക്ക് എന്തിൻ്റെ കേടാണോ എന്തോ, വിനീത ഇഷ്ടക്കേടോടെ ഉച്ചത്തിൽ പറഞ്ഞു. ആർക്കറിയാം, അനിയത്തിയുടെ ഭാവിക്ക് വേണ്ടി കാലുപിടിക്കാൻ വിളിക്കുന്നതായിരിക്കും ആങ്ങള. പറഞ്ഞുകൊണ്ടവൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അതാവും കാര്യം, വിനീതയും ഏറ്റു പറഞ്ഞു. പൊടുന്നനെ ആദിത്യൻ്റെ ഫോണിലെ വാട്സപ്പിൽ ദത്തൻ്റെ ഒരു മെസ്സേജ് വന്നു വീണു. തുറന്നു നോക്കിയതും അവനൊന്ന് ഞെട്ടിപ്പോയിരുന്നു. മീരയുമായിട്ടുള്ള വിവാഹമോചനത്തിന് വേണ്ടിയുള്ള നോട്ടീസായിരുന്നത്. എൻ്റെ പൊന്നല്ലേ, ഈ ഒരു പ്രാവശ്യം കൂടി വാ തുറന്നേ. ഒരു സ്റ്റീൽ ബൗളിൽ കഞ്ഞിയുമായി മീര അച്ചുവിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ആദിമോൻ മാത്രം കൊടുത്തത് മുഴുവനും കഴിച്ചിട്ട് അടുത്ത് കിടന്ന കാർ ഓടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. നാണിയമ്മ ആഹാരം പാകം ചെയ്യുവാനായി അടുക്കളയിലേക്ക് പോയതിനാൽ ആ വലിയ വീടിൻ്റെ ഉമ്മറക്കോലായിലെ തറയിൽ പായ വിരിച്ച് അതിലിരുത്തി കളിപ്പിക്കുകയായിരുന്നു അവൾ ഇരുവരെയും. ചുറ്റിനും കുറേ കളിപ്പാട്ടങ്ങൾ കിടപ്പുണ്ട്. അച്ചുട്ടാ, ഞാൻ പിണങ്ങും കേട്ടോ. സഹി കേട്ടപ്പോൾ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. താ താ. അവൾ പിണങ്ങി മുഖം തിരിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ച് അച്ചു അവളുടെ താടിയിൽ പിടിച്ചു വലിച്ചു. എന്നിട്ടും മിണ്ടാതിരിക്കുന്നവളുടെ കവിളിൽ ചെക്കൻ്റെ കുഞ്ഞി പല്ലുകൾ അമർന്നു. എടാ കുറുമ്പ, നീ എൻ്റെ കവിള് കടിച്ചു പറിച്ചെടുത്തോ? കയ്യിലിരുന്ന പാത്രം താഴെ വെച്ചിട്ട് അച്ചുവിനെയും എടുത്ത് മടിയിൽ വെച്ച് അവൻ്റെ കുഞ്ഞി കുമ്പയിലേക്ക് പെണ്ണവൾ മുഖം പൂഴ്ത്തി. കുഞ്ഞിച്ചക്കൻ്റെ പൊട്ടിച്ചിരികൾ ആ വീട് മൊത്തം അലയടിച്ചു. അപ്പോഴേക്കും ആദ്യം അവൻ്റെ കുഞ്ഞുവയറ് കാട്ടിയിട്ട് അവൾക്കരികിലേക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞിരുന്നു. അച്ചോടാ എൻ്റെ പൊന്നുവേ, നിനക്കും വേണോടാ? അവനെയും മടിയിൽ പിടിച്ചിരുത്തി അവൾ അച്ചുവിന് ചെയ്തു കൊടുത്തതുപോലെ തന്നെ അവനും ചെയ്തു കൊടുത്തു. വേണ്ട. കുഞ്ഞിച്ചക്കൻ കുതിർച്ചയോടൊപ്പം തന്നെ ചിരിച്ചുകൊണ്ട് അലറുവാനും തുടങ്ങിയിരുന്നു. ഇരുവരെയും കളിപ്പിച്ചുകൊണ്ട് അവരറിയാതെ തന്നെ മുഴുവൻ കഞ്ഞിയും കുടിപ്പിച്ച് കാലിപ്പാത്രം താഴെ വെക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വയറ് നിറച്ച് ഊട്ടിയ ഒരമ്മയുടെ ആത്മസംതൃപ്തി അവളിൽ നിറഞ്ഞു നിന്നു. വയറ് നിറഞ്ഞ് ഉഷാറായ ഉണ്ണിക്കണ്ണന്മാരെ സമയത്തിന് മരുന്ന് കഴിപ്പിക്കാനും അവൾ മറന്നില്ല. വീണ്ടും അവരുടെ പൊട്ടിച്ചിരികളും ഉച്ചത്തിലുള്ള ആരവങ്ങളും ചന്ദ്രമംഗലത്തെ വീടിനെ ഉന്മേഷത്തിലാക്കി. മീരയുടെ വാത്സല്യത്തണലിൽ ഉറങ്ങിപ്പോയ കുട്ടികളെ ദേവരാജൻ തന്നെ എടുത്ത് അകത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ഈ 2.5 വർഷത്തിനുള്ളിൽ എൻ്റെ മക്കൾ ഇത്രയും ഞാൻ ചിരിച്ചു കണ്ടിട്ടില്ല മോളെ. ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ താഴെ വീഴാതെ ഇരിക്കാനായി വശങ്ങളിൽ തലേണ കൊണ്ട് തടവയ്ക്കുന്നവളെ നന്ദിയോടെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു നിർത്തി. ശേഷം പുറത്തേക്കിറങ്ങിപ്പോയി. മറുപടിയായി അവളൊന്നു പുഞ്ചിരിച്ചു, അത്രമാത്രം. ശേഷം അവർക്കരികിൽ തന്നെ ഇരുന്നു, ഒരു കാവലാളായി. പക്ഷേ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച പപ്പൻ്റെ കണ്ണുകൾ മാത്രം എന്തിനോ വേണ്ടി നിറഞ്ഞു. ഊണ് കാലായിട്ടുണ്ട്, വന്നോളൂ മോനെ. മുറിയുടെ വാതിൽക്കൽ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ പപ്പനോട് അങ്ങോട്ടേക്ക് വന്ന നാണിയമ്മ പറഞ്ഞു. വരുന്നു. ഉത്തരം നൽകിക്കൊണ്ട് വീണ്ടും അവൻ മുറിയിലേക്കൊന്ന് പാളി നോക്കി. ഉറങ്ങുന്ന പൊന്നോമകനുകളെയും അവർക്ക് കാവലായി ഇരിക്കുന്ന ആ പെണ്ണിനെയും മനസ്സിൽ ആവാഹിച്ചവൻ എന്തിനോ വേണ്ടി. നാണിയമ്മേ. അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയവരെ അവൻ പൊടുന്നനെ പിന്നിൽ നിന്നും വിളിച്ചു. എന്താ മോനെ? അവർ തിരിഞ്ഞു നിന്നു. ആ ഇരിക്കുന്ന മീര ദത്തൻ്റെ അനിയത്തിയല്ലേ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച? അവർക്കരികിലേക്ക് ചെന്ന് നിന്നിട്ട് പതിയെ അവൻ ചോദ്യം ഉന്നയിച്ചു. അതെ കുഞ്ഞെ, അവളുടെ ഭർത്താവാണ് അനിയൻ്റെ ഭാര്യയോടൊപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒളിച്ചോടിയത്. ഉള്ളിലുള്ളത് മറച്ചു വയ്ക്കാതെ തന്നെ നാണി പുറത്തേക്ക് പറഞ്ഞു. ഊണ് വിളമ്പിക്കോളൂ, ഞാനെത്തി. ഒരിക്കൽ കൂടി മുറിയിലേക്ക് നോട്ടം പായിച്ചതിന് ശേഷം അവൻ പറഞ്ഞു നിർത്തി. വായിക്കുന്നവർ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ.